ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങൾ തേടി അനുസൃതം പാലായനം ചെയ്യുന്ന ഈ യുവാവ് എന്തൊക്കെയോ നേടണമെന്നുണ്ട്. ആഗ്രഹത്തിനനുസരിച്ച് ഒന്നും നേടാനാകാതെ നടക്കുന്ന ഇവൻ വിദൂരതയിൽ എന്ത് നേടാൻ? നിരാശയുടെ നൂൽപ്പാലത്തിൽ കൂടി നടക്കുന്ന ഇവനെ താങ്ങി നിർത്തുന്ന ആരാണ്? എന്താണ്? സുഹൃത്തുക്കൾ, ആത്മവിശ്വാസമോ, അനേകരുടെ കണ്ണുനീർ, അതോ അദൃശ്യമായ ശക്തിയോ? ഇതെന്ന് കിട്ടിയതാടാ നിനക്ക്? 100-ൽ 9 മാർക്ക്. നിനക്കിവിടെ എന്തിൻ്റെ കുറവാടാ? ഞാൻ പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നിരിക്കുന്നു. നാണമുണ്ടോടാ നിനക്ക്? അതെങ്ങനാ? എല്ലാ വീട്ടിലും ഉണ്ടാകുമല്ലോ ഓരോ പാഴ്ജന്മങ്ങൾ. പപ്പ ഒന്ന് നിർത്തുവോ? കുറെ നാളായി കേൾക്കുന്നു. നീ ഒരു കാലത്ത് നന്നാവില്ല. നീ മുടിഞ്ഞു പോ. ഹലോ, എന്താ ഇത്രയും നേരം വിളിച്ചിട്ട് എടുക്കാഞ്ഞേ? ഓ, അപ്പൻ്റെ ഉപദേശമായിരുന്നു നീ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഓ, അതിനെന്നാ? എപ്പോഴാ വരണ്ടേ? 5 മണിക്ക് ശംഖുമുഖത്ത് വരാമോ? ആ, വരാലോ. നീ ഇവിടെ കാണുമല്ലോ അല്ലേ? ആ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത്യാവശ്യമാണോ? അതെ, അത്യാവശ്യമാണ്. കണ്ടേ പറ്റൂ. ഓക്കെ, ശരി, ബൈ. ഹായ് ശ്രേയ, എന്താ നീ കാണണമെന്ന് പറഞ്ഞു? നവംബർ 14 എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. നീ വരണം. വാട്ട്? യെസ് എബി. ബട്ട് ശ്രേയ, എനിക്കൊന്നും കഴിയില്ല. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ലുക്ക് എബി, I don't have time for this crap. I want to be secure. If I come with you, I know my life will be a failure. Let's be എനിക്ക് സഹിക്കുന്നില്ലടാ. എന്നാലും അവളെന്നെ കളഞ്ഞിട്ട് പോയല്ലോടാ. ഡേ, നീ വിഷമിക്കണ്ട അളിയ. അവള് പോയ അവളുടെ അനിയത്തി, അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരി. നമ്മളില്ലേ അളിയ, നമ്മളില്ലേ. സൈമ, നീ വിഷമിക്കണ്ടടാ. അവള് കൂടെ പോട്ട്. അപ്പച്ചനുണ്ടാ അതിൻ്റെ കൂടെ. ഡോണ്ട് വറി, ബി ഹാപ്പി. സത്യം, വാള് വെച്ച് കണ്ട. ഡേ, എന്തോന്ന് കിടപ്പട ചെയ്ത്? ഓരോരുത്തന്മാർ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അളിയ? നീ ഡസ്പാവല്ലേ അളിയ? എന്തുവാട് വേലിത്തമ്പിത്തവളയുടെ കൈ പോലും ഇല്ലല്ലോ അളിയ, ഇത്രയും വലിയ വാള്. എന്താ മോനെ നീ ഇങ്ങനെ? എന്തിനാ നീ ഞങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നത്? കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. ഇന്നും നിനക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ ഈ അമ്മയ്ക്ക് നേരമുള്ളൂ. നീ ഒന്ന് നന്നായി കണ്ട മാത്രം മതി. ഓ, എന്നിട്ട് എന്തു പറയുന്നു നിങ്ങളുടെ ദൈവം? നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതും എഴുതിയതൊക്കെ വെറുതെയാണ്. ഇങ്ങനെ ഒരാളുമില്ല, എനിക്കത് വിശ്വാസവുമില്ല. പള്ളി കൊടുക്കുന്ന കാശ് എനിക്കിതാ, ഞാനത് ഡബിളാക്കി കാണിച്ചു തരാം. ഞാൻ ഒന്നുമല്ല അല്ലേ?
നിനക്ക് ഞാനൊരു പാഴ്ചെല്ലും. ഒരുത്തിക്ക് അവളുടെ ലൈഫ് സെക്യൂർ ആക്കണം. ഐ വിൽ ഷോ ദം വാട്ട് ഐ ക്യാൻ ഡു. എക്സ്ക്യൂസ് മീ, ഇൻ്റർവ്യൂവിന് വന്നേണോ? 1 second. സർ, ഒരാൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിട്ടുണ്ട്. എന്താ പറയണ്ടേ? യെസ് സർ. ഓക്കെ, മോളിലേക്ക് പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു. മേ കം ഇൻ സർ? Come in. സർ, Have a seat. താങ്ക് യു. Please leave. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ചത്താൽ മതിയായിരുന്നു. പറ്റില്ലല്ലോ അല്ലേ? Are you all right? യെസ്. നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. സ്വന്തം ജീവൻ പണയം വെച്ച് നിങ്ങൾ ആ കുരുന്നിൻ്റെ ജീവൻ രക്ഷിച്ചു. ദൈവമാണ് നിങ്ങളെ കൊണ്ടത് ചെയ്യിച്ചത്. God is really great. Okay, God bless you. ആ സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടായി. എനിക്ക് ആ കുരുന്നിൻ്റെ പേരോ നാടോ വീടോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ആ ചിരി ഒരിക്കലും ഞാൻ മറക്കില്ല. ഹീറോ ഈസ് നോട്ട് എ ഫസ്റ്റ് വേർഡ്, ബട്ട് ഇസ് ദ ഫസ്റ്റ് വേർഡ് ദാറ്റ് കംസ് ടു മൈൻഡ്. നമ്മുടെ എല്ലാം ഹീറോ ദൈവമാണ് എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അവൻ എന്നെ ഇത്രയും പരിപാലിച്ചു. ദൈവമേ, നിനക്ക് നന്ദി, 1000 നന്ദി. അർത്ഥതലങ്ങളില്ലാത്ത ചോദ്യമില്ല, ആശ്വാസമില്ലാത്ത പരിദേവനമില്ല, വറ്റാത്ത കണ്ണുനീരില്ല. എല്ലാം ഇവിടെ സമർപ്പിതമാകുമ്പോൾ നേടാനാവാത്തത് എന്താണ്? എന്നെ അറിയാതെ എൻ സഖിയേ
എൻ കനവേ കാണുമ്പോൾ വീണ്ടും ഓർക്കാമോ എൻ സഖിയേ എൻ കനവേ പറയാതെ പോയില്ലേ എൻ മനം തേങ്ങിപ്പോവോ അറിയാതെ വീണ്ടും വീണ്ടും നിന്നെ തേടുന്നു പറയാതെ പോയില്ലേ എൻ മനം തേങ്ങിപ്പോവോ അറിയാതെ വീണ്ടും വീണ്ടും നിന്നെ തേടുന്നു എൻ സഖിയേ എൻ കനവേ എൻ സഖിയേ